പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചോ അല്ലു അർജുനെ? അദ്ദേഹത്തെ ജൂബിലി ഹിൽസിൽ നിന്ന് ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കനത്ത സുരക്ഷാ ബന്ദോബസ്തിൽ തന്നെയാണ് പോലീസിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തി ആരോഗ്യ പരിശോധനയൊക്കെ നടത്തിയ ശേഷം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഹൈദരാബാദ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിനാടകീയമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. ഈ ദുരന്തമുണ്ടായി ദിവസങ്ങൾക്ക് അകം തന്നെയാണ് ഇപ്പോൾ അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നിലവിലേതായാലും അദ്ദേഹത്തെ ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് അതിരാവിലെയാണ് ജൂബിലി ഹിൽസിലെ വീട്ടിലേക്ക് പോലീസിന്റെ പ്രത്യേക സംഘം എത്തുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. നിലവിൽ അവർ കൂടി ഇദ്ദേഹത്തെ അനുഗമിക്കാം എന്നൊക്കെ പറയുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഭാര്യയുണ്ട്, അച്ഛൻ അല്ലു അരവിന്ദ്, സഹോദരൻ അല്ലു സിരീഷ് ഉണ്ട്. ഏതായാലും ഇവരൊക്കെ അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ട്. ഏതായാലും വൈകാതെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും തൊട്ടപ്പുറത്ത് അവധി ദിവസങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനു മുൻപേ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി ജാമ്യാപേക്ഷ സമർപ്പിക്കും. മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഇക്കാര്യത്തിൽ. അല്ലു അർജുൻ അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലാണ്. ജാമ്യം കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അറിയാം. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും ഒരു യുവതി മരിച്ച സംഭവത്തിലാണ് നടൻ അല്ലു അർജുൻ അറസ്റ്റിലായിരിക്കുന്നത്.